ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ ലാബ് സീൽ ചെയ്ത അന്വേഷണ സംഘം ലാബിൽ ഭീകര സംഘം പരീക്ഷണങ്ങൾ നടത്തിയതായി കണ്ടെത്തൽ. ഫോറൻസിക് സംഘം സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഇന്നലെ വരെ സർവകലാശാലയുടെ മാനേജ്മെന്റ് ഡീനൊക്കെ പറഞ്ഞത് ലാബിൽ ഒന്നും നടന്നിട്ടില്ല, അവിടെയുള്ള ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഇന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്താണ്? ആര്യ, സർവകലാശാലയുടെ വിശദീകരണത്തെ തള്ളിക്കൊണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ വന്നിരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ആ ലബോറട്ടറി സീൽ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഈ ഭീകര സംഘം പല പരീക്ഷണങ്ങളും രാസവസ്തുക്കളെ സംബന്ധിച്ച് നടത്താൻ വേണ്ടി ആ ലബോറട്ടറി ഉപയോഗിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് ഫരീദാബാദിലെ പ്രധാനമായിട്ടും ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ അന്വേഷണ സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി മറ്റാളുകൾ ആരും കയറാതിരിക്കാനും തെളിവുകൾ നശിക്കാതിരിക്കാനും വേണ്ടി ആ ലബോറട്ടറി ഇപ്പോൾ സീൽ ചെയ്തിരിക്കുന്നത്. കൂടുതൽ പരിശോധന ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഫോറൻസിക് സംഘം അവിടേക്ക് എത്തി പ്രധാനമായിട്ടും സാമ്പിളുകൾ ശേഖരിച്ചു. ആ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷം കൂടുതൽ വ്യക്തത വരും, വിവരങ്ങൾ വരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനു പുറമെ ഈ അൽഫല സർവകലാശാലയിലെ 17-ാം നമ്പർ കെട്ടിടം അതൊരു വലിയൊരു സമുച്ചയമാണ്. അകത്തേക്ക് ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അതിലെ 17-ാം നമ്പർ കെട്ടിടമായിരുന്നു ഇവരുടെ ഒരു കമാൻഡ് ബേസ് എന്നതായി ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ആ കെട്ടിടത്തിലെ തന്നെ 13-ാം നമ്പർ മുറിയിലായിരുന്നു ഇവർ ആശയവിനിമയം നടത്തിയിരുന്നത് എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനിയും അതിനകത്തുള്ള, അതായത് അൽഫല സർവകലാശാലയ്ക്ക് അകത്തുള്ള വിദ്യാർത്ഥികളെയും ഈ ഫരീദാബാദ് ഭീകര സംഘത്തിന്റെ ആളുകളുടെ സുഹൃത്തുക്കൾ, അതായത് സഹപ്രവർത്തകർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ 100-ലധികം ആളുകളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 2 ഡോക്ടർമാരെ അടക്കം അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനായി മാറ്റിയിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ കൂടുതൽ അറസ്റ്റുകളോ കസ്റ്റഡികളോ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടെയോ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിലോ വ്യക്തത വരുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി.